പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തുരൂപനായ നീ ഞങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, നിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഈ കൃപയുടെ സമയം, മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയം, ഈ നിമിഷം നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഈ ഒരു മണിക്കൂറിൽ അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദീപികാരനാഥന്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ലഭ്യമാക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലായിരിക്കുകയാണ്. ദൈവിക സ്വഭാവമായ ദൈവത്തിൻ്റെ കരുണയുടെ മറുവശമാണ് നമ്മൾ വചനത്തിൽ കാണുക. അതായത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സൗമ്യത. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം ഒരു ദൈവികമായ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരികയും നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ കോപത്തിന് അടിമപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. പലപ്പോഴും ഒത്തിരിയേറെ ആളുകൾ വെറുപ്പും വിദ്വേഷവും അവരുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം പൂർണ്ണമായിട്ട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ ഈ ജീവിത സാഹചര്യങ്ങളെ നേരിടാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കാതെ പോവുകയാണ്. ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട്, അച്ഛാ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്ക് എന്തുമാത്രം ദൈവികമായ ഈ ഒരു വലിയ സ്വഭാവത്തിലേക്ക്, സൗമ്യത എന്ന ആ ഒരു പുണ്യം പ്രാക്ടീസ് ചെയ്ത് ആ ഒരു വലിയ പുണ്യത്തിലേക്ക് വളരുവാനായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ, എം.എസ്. സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ പറയുന്ന കാര്യം ഇതാണ്. അതായത് അദ്ദേഹം അറിയപ്പെടുന്നത്, സഭയിൽ അറിയപ്പെടുന്നത് സൗമ്യതയുടെ വിശുദ്ധൻ എന്ന പേരിലാണ്. എൻ്റെ ജീവിതകാലത്ത് ഒത്തിരിയേറെ കടുംപിടുത്തവും വാശിയും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ക്ഷിപ്രകോപിയെ പോലെയൊക്കെ പെരുമാറിയിരുന്നൊരു വ്യക്തി പിന്നീട് സഭയിൽ അറിയപ്പെടുന്നത് സൗമ്യതയുടെ വിശുദ്ധൻ എന്ന പേരിൽ, ജെന്റിൽമാൻ സെയിൻറ്റ്. കാരണം ഏകദേശം 17-18 വർഷത്തോളം അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. അത് ശീലമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടൈറ്റിൽ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ട വചനത്തിലും നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ മോശയെക്കുറിച്ച് പറയുന്നത്, കർത്താവ് അത് കേട്ടു, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ദൈവത്തോട് കൂടെയായിരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു മോശ. അതൊരു വലിയ ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മൾ കാണുക. വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പല ഭാഗങ്ങളിലും ഈശോ എപ്രകാരമാണ് ഈ ഒരു വലിയ പുണ്യം പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവനെ സുഖപ്പെടുത്തുന്നു. അവന് രോഗസൗഖ്യം നൽകി പിശാചിൻ്റെ ആ ഒരു വലിയ ബന്ധനത്തിൽ അവനെ മോചിതനാക്കുകയാണ്. അത് കണ്ടു നിന്ന സാധാരണക്കാരായ ജനങ്ങളെല്ലാം
അവനിൽ വിശ്വസിക്കുകയും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. അതേ സമയത്ത് ഒരു കൂട്ടം ആളുകൾ അതിന് വിപരീതമായിട്ടാണ് അതിനെ കാണുക. ഒരു പറഞ്ഞു, ഫരിസേയരും നിയമജ്ഞരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞത് അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വശത്ത് നല്ല കാര്യങ്ങൾ ഈശോ ചെയ്ത നല്ല പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന സാധാരണക്കാരായ ആളുകൾ, മറ്റു സൈഡിൽ ഫരിസേയർ പറയുന്നുണ്ട് ഇവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള കമൻറ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ മാനസികമായും ശാരീരികമായിട്ടൊക്കെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തീരുമാനമെടുക്കും, ഇനി മേലിൽ ആർക്കും ഒരു നന്മയും ചെയ്യത്തില്ല, ഇനി ആരെയും സഹായിക്കത്തില്ല എന്ന് തീരുമാനമെടുക്കുന്ന അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ പലപ്പോഴും കടന്നു പോകും. പക്ഷേ ഈശോ നമുക്ക് കാണിച്ചു തരുന്നൊരു വലിയൊരു പാഠമുണ്ട്. അതായത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അതായത് തൻ്റെ ദൗത്യം ഒരിക്കലും മറന്നുപോയിട്ടില്ല. ഈ പറഞ്ഞ കമൻറ്റുകൾ കേട്ട് തളർന്ന് വീടിനകത്ത് കുത്തിയിരിക്കുന്ന ഒരു ഈശോയല്ല കാണാം. അതായത് തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും വലിയ പ്രതിബദ്ധതയോടെ ചെയ്യുന്ന ഈശോയെ കാണാൻ പറ്റും. ജീവിത സാഹചര്യങ്ങളെ ഏറ്റവും സൗമ്യമായിട്ട് കാണുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ഈശോ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് പഠിക്കുക, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. ഇതുപോലെ പറയണമെന്ന് തൻ്റെ ജീവിതം മുഴുവനും സൗമ്യതയുടെ ഒരു ജീവിതമായിട്ട് മാറി. പ്രകാരം നമ്മുടെ ജീവിതത്തെ ഈ ഒരു പുണ്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറാനും മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അവരെ മനസ്സിലാക്കാനും ക്ഷമിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. വചനത്തിലുടനീളം നമ്മൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ സൗമ്യത എന്ന പുണ്യത്തിന് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മുഖമുണ്ട് എന്നുള്ളത് കൂടി കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ കൃത്യമായിട്ടും പറയുന്നു, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കും. അതായത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മറുവശമായിട്ട് ഈ ഒരു പുണ്യത്തെ നമ്മൾ കാണണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവകരുണയുടെ ഈ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യ നാഥനോടൊപ്പം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. പലപ്പോഴും ഒത്തിരിയേറെ നന്മ ചെയ്ത് കഴിയുമ്പോഴും അതിനെക്കുറിച്ചൊരു തെറ്റായിട്ടുള്ള കമൻറ്റുകളിലൊക്കെ വരുമ്പോൾ പലപ്പോഴും മാനസികമായും ശാരീരികമായും പലപ്പോഴും ആത്മീയമായിട്ട് പോലും നമ്മൾ തകർന്നു പോകാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയുടെ അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവം നമുക്ക് തരുന്ന, ഈശോ നമുക്ക് തരുന്നൊരു വലിയ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ സൗമ്യത എന്ന പുണ്യം പ്രാക്ടീസ് ചെയ്യാം. അതായത് എല്ലാ സാഹചര്യങ്ങളെയും ഏറ്റവും ക്രിയാത്മകമായിട്ട് അതിനെ നേരിടുക. പലപ്പോഴും സൗമ്യത എന്ന് പറയുന്ന ഒരു പുണ്യത്തെ കാണുമ്പോൾ കഴിവില്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് ജീവിത സാഹചര്യങ്ങളെ ഏറ്റവും ധീരതയോടെ നേരിടുകയും നമ്മുടെ ചുറ്റുമുള്ളവരോട് ഏറ്റവും ശാന്തമായിട്ട് നമുക്ക് പെരുമാറാനൊക്കെ സാധിക്കുന്നത് ഈ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് എല്ലാ മേഖലകളിലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പുണ്യമാണ്. ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ ഇന്ന് ജനം കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൻ്റെ സൗമ്യത എന്ന പുണ്യം അവൻ്റെ ജീവിതത്തിൽ നഷ്ടമാകുന്നത് കൊണ്ട് ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, സൗമ്യത എന്ന പുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. പലപ്പോഴും പൊട്ടിത്തെറിക്കുകയും ക്ഷോഭിക്കുകയും മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായി ക്ഷമിക്കാനും ഏറ്റവും സൗമ്യമായ ശാന്തമായിട്ട് എല്ലാവരോടും പെരുമാറാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ അതൊരു വലിയ കൃപയായിട്ട് കുടുംബത്തിൽ നിറയും. സൗമ്യമായിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ അത് കുടുംബത്തിലൊരു വലിയ കൃപയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം, ലോകം മുഴുവനുമുള്ള എല്ലാവരും ഈശോയുടെ സ്നേഹവും കരുണയും അനുഭവിച്ച് അതിൻ്റെ ഒരു
മറുവശം എന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സൗമ്യമായ സൗമ്യത എന്ന പുണ്യം പ്രാക്ടീസ് ചെയ്ത് ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നവരായിട്ട് മാറുക. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ദൈവിക കൃപ കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ ധ്യാനിച്ച ആ ഒരു വലിയ പുണ്യത്തെക്കുറിച്ച്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈ ഒരു പുണ്യം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമായ ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സൗമ്യത ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജീവിത സാഹചര്യങ്ങളെല്ലാം ക്രിയാത്മകമായി നേരിടുവാൻ, പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ശാന്തതയോടെ എല്ലാം നേരിടുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവരുടെ കുടുംബത്തിൻ്റെ മേലും അവരുടെ ജീവിതങ്ങളുടെ മേലും കർത്താവ് നിന്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച്, കർത്താവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.